ഇതാണ് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എൻ്റെ വക. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. നീ ചോദിച്ചില്ലേ രാവിലെ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്? നീ കാണാതെ ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച രാത്രി ജോലി കഴിഞ്ഞ് വന്നു. പക്ഷെ ഇന്നലെ ഒത്തിരി ലേറ്റ് ആയി പോയി. എന്നാ കുഞ്ഞിനെന്നാ എന്നാടാ നിനക്കുള്ള ആ ആ അമ്മ പറഞ്ഞ നീയേ അമ്മയുടെ വാലന്റൈൻ. അമ്മയ്ക്കിപ്പോൾ എന്നെയൊന്നും വേണ്ടടാ. ഞാൻ ഒത്തിരി സമയം എടുത്ത് ഉണ്ടാക്കിയതാ കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളത് കണ്ടിട്ട് വാ. എന്നാടാ മീക്കക്കുട്ട. കഴിഞ്ഞ വർഷത്തെ ഗിഫ്റ്റില് അമ്മയുടെ വയറ്റിലായിരുന്നു. അതിനകത്ത് അൾട്രാസൗണ്ട് ഒരു പിക്ചറൊക്കെ വെച്ചിട്ടൊരു ഗിഫ്റ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാലന്റൈൻസ് ഡേക്ക് കൊടുത്ത്. ഇപ്പം കണ്ടേ അൾട്രാസൗണ്ടിലെ ബേബിയാണ് ഈ ഇരിക്കുന്നത്, മീക്കക്കുട്ടൻ. മീക്കക്കുട്ട. ഓക്കെ, അപ്പം നിങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ കൂടി കണ്ടിട്ട് കേട്ടോ. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഹാർട്ട് ഉണ്ടാക്കിയത്. ഇതുപോലത്തെ 4 പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ക്രാഫ്റ്റ് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പെൻസിൽ കൊണ്ട് അത് വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കാണുന്ന ഓരോ കോർണർ നമ്മൾ അത് ഫോൾഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ ഒരു ഭാഗമാണത്. അത് 4 പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ. ഓക്കെ, അപ്പം ഞാൻ ചില ഭാഗങ്ങൾ ഫാസ്റ്റ് ഫോർവേഡായിട്ടിടും. ബേസിക്കലി നമ്മൾ ഇത് 4 പോർഷൻ ഉണ്ടാക്കിയെടുത്ത് ഇതുപോലെ ഓരോ പോർഷൻ നമ്മൾ ഓരോ കോർണർ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോട്ടോസ് വെട്ടി ഒട്ടിക്കുക. അതാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പം ഞാൻ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തപ്പം അത് ഇച്ചിരി ഒന്ന് ചെറുതായിപ്പോയി സൈസ്. അതുകൊണ്ട് തന്നെ ഈ ടെംപ്ലേറ്റ് നമ്മൾ സൈസ് ഒന്ന് കുറച്ചിട്ടാണ് ഞാനിത് പ്രിൻ്റ് ചെയ്തത്. ഓക്കെ, പ്രിൻ്റ് ചെയ്തിട്ട് ഞാനിതുപോലെ വരച്ചെടുത്തത്. ഓക്കെ, അപ്പം വലിയ ഫോട്ടോസിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ടെംപ്ലേറ്റ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എവിടെയെങ്കിലും ഉൾപ്പെടുത്താം. അപ്പം നിങ്ങളത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാനുള്ളവർ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓരോ ലൈൻസും നമ്മൾ മടക്കിയെടുക്കുകയാണ്. ഓക്കെ, അപ്പം ഫാസ്റ്റ് ഫോർവേഡ് ഇടുകയാണ് കേട്ടോ. ഇനി ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം സ്ലോ ആയിട്ട് കാണിക്കാം. നമ്മളിപ്പം ഈ നമ്മൾ വെട്ടിയെടുത്ത 4 പോർഷൻസും ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കണം. നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലൂ വെച്ചിട്ട് ഞാനത് ഒട്ടിച്ച് എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കാണുന്നത് ഓക്കെ കണ്ടോ. അപ്പം നമ്മൾ ഹാർട്ടിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി 3 പോർഷനും കൂടി വേണം. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇതുപോലെ നമ്മൾ 2 എണ്ണം മാത്രമേ മടക്കിയെടുക്കാൻ പാടുള്ളൂ. ബാക്കി 2 എണ്ണം തിരിച്ച് വേണം മടക്കാൻ കേട്ടോ. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞാൻ ആദ്യം എല്ലാം ഒരുപോലെ മടക്കി. പക്ഷേ ഹാർട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ മടക്കിയത് ലെഫ്റ്റ് സൈഡാണ്, മടക്കിയെടുത്ത് ഒട്ടിച്ചെടുത്ത് ലെഫ്റ്റ് സൈഡാണ്. അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഉള്ള പോർഷൻസ് നമ്മൾ തിരിച്ച് വേണം മടക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇതുപോലെ 4 പോർഷൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളത് 4 പോർഷൻസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹാർട്ടിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മൾ എല്ലാ പോർഷനും ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ ഞാൻ ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ലേ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ആ ടെംപ്ലേറ്റ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത്. ഇനിയിപ്പം നമുക്ക് ആ ഓരോ ട്രയാങ്കിൾ ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ പോർഷൻസ് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മൾ ഫോട്ടോസ് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 26 ഫോട്ടോസ് വേണം കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, 26 ഫോട്ടോസ് വേണം. ഹാർട്ടിൻ്റെ ഒരു സൈഡ് മാത്രം ഒട്ടിച്ചെടുക്കാൻ. ഇപ്പോൾ 2 സൈഡ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഞാനിപ്പോൾ ഒരു പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരു സൈഡ് മാത്രം. അപ്പോൾ 26 ഫോട്ടോസാണ് ഞാൻ ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്തത്. എന്നിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഫോട്ടോസെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പം ഇത് കുറച്ച് സമയമെടുക്കും. സമയമെടുത്ത് ക്ഷമയോടെ വേണം ചെയ്യാൻ. പക്ഷേ നല്ല രസമായിട്ടില്ലേ? അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക. നല്ല അടിപൊളി ഒരു ഗിഫ്റ്റായിരിക്കും വാലൻറ്റൈന് കൊടുക്കാൻ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.